ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം വിശുദ്ധ മത്തായിയുടെ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 10-ാം തിരുവചനമാണ്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം മുറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. ഈ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠമായ പ്രബോധനമാണ്. യുഗാന്തം എപ്പോൾ സംഭവിക്കുമെന്നുള്ള ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് നൽകുന്ന അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളിൽ വളരെ പ്രത്യേകമായി കർത്താവ് എടുത്തു പറഞ്ഞു, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ ഒരു കാലയളവിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിലേക്കും തലമുറകളിലേക്കും നമ്മുടെ സഭയിലേക്കും ലോകത്തിലേക്കും നമ്മൾ നോക്കുമ്പോൾ ഈ വചനം എത്രമാത്രം അർത്ഥവത്താണെന്ന് നാം ഇന്ന് തിരിച്ചറിയുകയാണ്. ഇന്ന് തിരുസഭയുടെ വലിയ തകർച്ച എന്ന് പറയുന്നത് വിശ്വാസ തകർച്ചയാണ്, വിശ്വാസരാഹിത്യമാണ്. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലത്ത് സഭയോട് പ്രവാചക ശബ്ദത്തോടെ പറഞ്ഞു, കർത്താവിന്റെ സഭയുടെ പ്രതിസന്ധി മറ്റൊന്നുമല്ല, വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യമാണ്. പേരുകൊണ്ട് നമ്മൾ ആരും ക്രൈസ്തവരാകുന്നില്ല. കർത്താവ് നമ്മളെ വിശ്വസ്തയോടെ വരവേൽപ്പിച്ച വിശ്വാസ സത്യങ്ങളുണ്ട്, വിശ്വാസ പ്രമാണമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഈ വിശ്വാസം സ്വീകരിച്ച് ആരെല്ലാം ഈ സത്യവിശ്വാസം ജീവിക്കുന്നവരാണോ അവരാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവരെ. ഇന്ന് നമ്മുടെ സമുദായം, നമ്മുടെ സഭ, നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസ തകർച്ചയാണ്. എന്റെ സഹോദരങ്ങളെ, വിശ്വാസ തകർച്ചയുടെ പരിണിത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ലൈംഗിക രാജകത്വങ്ങള്, പാപമ്ലേച്ഛതയുടെ വർധനകള്, കഞ്ചാവ്, ലഹരിയുടെ ആധിപത്യങ്ങള്, മയക്കുമരുന്നിന്റെ വ്യാപകമായ ഉപയോഗങ്ങള്, കുടുംബങ്ങളുടെ തകർച്ചകള്, സ്നേഹരാഹിത്യങ്ങള്, ഉഗ്രമായ മതപീഡനങ്ങള്, വിനാശകരമായ ദൈവനിന്ദകള്, വ്യാജ പ്രവാചകന്മാരുടെ കപട പ്രബോധനങ്ങൾ മൂലം ജനം വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകൾ എന്ന് വേണ്ട. നമ്മളിന്ന് കാണുന്ന ആത്മീയവും ധാർമ്മികവുമായ എല്ലാ അധപതനങ്ങളുടെയും അടിസ്ഥാന കാരണം വിശ്വാസ തകർച്ചയാണ്, വിശ്വാസത്തിന്റെ തകർച്ചയാണ്. കർത്താവ് പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമ്മളിന്ന് അത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മധ്യേ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക, നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, തൊഴിൽ മണ്ഡലങ്ങളിൽ, പൊതുസമൂഹത്തിൽ, ബന്ധുമിത്രങ്ങളിൽ, നമ്മുടെ വ്യാപാരങ്ങളിൽ, ബിസിനസ് മേഖലകളിൽ എന്തു വേണ്ട, നമ്മൾ എവിടെയെല്ലാം ആയിരിക്കുന്നുവോ അവിടെ നമ്മുടെ വിശ്വാസം ധീരതയോടെ സാക്ഷ്യപ്പെടുത്തുവാനും പ്രഘോഷിക്കുവാനും കൈമാറ്റം ചെയ്യുവാനുമുള്ള വലിയൊരു ദൗത്യം എനിക്കുണ്ട്. ഈ വിശ്വാസത്തിന്റെ സാക്ഷ്യമാണ് ഈ തലമുറയിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. വീണ്ടും പൗലോസിലെ സഭയോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, ഉറച്ചു നിൽക്കുവിൻ. ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ഈ വിശ്വാസം ജീവിക്കുവാനുമുള്ള ഒരു പ്രതിബദ്ധതയിലേക്ക് എന്റെ സഹോദരങ്ങളെ നാം കടന്നു വരുവാൻ ആത്മാവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ വിശ്വാസത്തിന്റെ കുടുംബങ്ങളായി മാറട്ടെ. നമ്മുടെ തലമുറ സത്യവിശ്വാസത്തിന്റെ തലമുറയായി ഉണർന്നെഴുന്നേൽക്കട്ടെ. നമ്മുടെ സമുദായം സത്യവിശ്വാസത്തിൽ അടിസ്ഥാനമിട്ട് വളരുന്ന സമുദായമായി മാറട്ടെ. നമ്മുടെ യുവജനങ്ങള്
വിശ്വാസത്തിന്റെ തീനാവുകളാകട്ടെ. നമ്മുടെ ദമ്പതിമാരും സമർപ്പിത സന്യസ്തരെല്ലാം വിശ്വാസത്തിന്റെ പ്രചാരകരും പ്രവാചകരുമായി മാറണം. ഇതാണ് ആത്മാവിന്റെ പദ്ധതി. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ആലോചന ഇതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ നൽകുന്ന ഈ ആലോചന സ്വീകരിച്ചുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നിങ്ങൾ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ഈ വിശ്വാസം ജീവിക്കുവാനും ധീരതയോടെ ഈ തലമുറയിൽ പൊതുസമൂഹത്തിൽ ഈ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുവാനുമായി പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ, അതിനായി അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പരിശുദ്ധ വചനങ്ങളിലൂടെ ദിനംതോറും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ചേർത്ത് തരികയും ചെയ്യട്ടെ. ആമേൻ.